പലയിടങ്ങളിൽ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂട്യൂബുകാർ തള്ളിക്കയറുന്നു എന്ന പരാതി വരികയാണ്. അതിന് നിനക്കെന്താണ് നഷ്ടം? ഈ ചന്തുവിന്റെ അജു അലക്സ് എന്ന് വിളിക്കണോ ചെവുത്താൻ വിളിക്കും. സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? സാത്താൻ പല രൂപത്തിൽ വരുന്നു. ആരെയെങ്കിലും ഉപദ്രവിക്കണമെന്ന് തക്കം പാർത്ത് നടക്കുകയാണ് സാത്താൻ. സ്വന്തം അച്ഛൻ മരിച്ചടക്കാൻ പ്രതികരിക്കത്തില്ലേ? എനിക്ക് എന്തായാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പോയി തൂങ്ങിച്ചവിടാ. കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ആങ്കർ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്ന് അവരോടൊന്ന് മാറി നിൽക്കൂ. അജു പറഞ്ഞ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ അപ്പനെ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തു. അയാൾ അതൊക്കെ ചെയ്യും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഈസ് എ പോയ്സണസ് ടീച്ചർ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു ആവശ്യത്തെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനി അതിനെ പിടിച്ചു കയറിക്കും. പേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായി. ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ക്യാമറ ആയിട്ട് വരുന്നപ്പോ ആര് പറയൂ? ഇവിടെ മുടുക്കൻ മുടുമുടുക്കൻ വീണെടുത്ത് കടന്ന് ഉരുളല്ലടാ മോനെ. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളിലല്ലേ? അമ്മാതി പരിപാടി കാണിച്ചത്. രാവിലെ കണാകൂട വർത്താനം പറഞ്ഞാണല്ലോ പരിപാടി. അങ്ങനെ പറയാൻ പാടില്ല. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് എന്തേട്ടാ ഉണ്ട് നോക്കി കാണിക്കരുത്. ഇല്ലേട്ടാ നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്.